നമുക്കെല്ലാവർക്കും അറിയാം, 50 ദിവസത്തെ നോമ്പിൻ്റെ പകുതി ആകുന്ന ദിവസം ദേവാലയ മധ്യത്തിൽ ഗോകുൽത്തായുടെ പ്രതീകമായ ഗോകുൽത്ത നാട്ടുകയും അതിന്മേൽ കർത്താവിൻ്റെ ജയമുള്ള സ്ലീബ നമ്മൾ സ്ഥാപിക്കുകയും ചെയ്ത് പാതി നോമ്പ് മുതൽ ഉയർപ്പ് വരെയുള്ള ദിവസങ്ങൾ ആ കുരിശിനെ കേന്ദ്രമാക്കിയുള്ള നമ്മുടെ ആരാധനകളും നമ്മുടെ ചിന്തകളും ധ്യാനങ്ങളുമെല്ലാം ആ കുരിശിനെ ധ്യാനമാക്കിയാണ് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗത്തിൽ കർത്താവായ യേശു മിശിഹ പറയുന്നുണ്ട്, പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ പിച്ചള സർപ്പത്തെ മോശ ഇസ്രായേൽ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി സർപ്പത്തിൻ്റെ ദംശനത്തിൽ നിന്ന്, സർപ്പവിഷത്തിൽ നിന്ന് രക്ഷ നേടുവാനായി, മരണത്തിൽ നിന്ന് അവർക്ക് ജീവൻ ലഭിക്കുവാനായി പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി നാട്ടിയതുപോലെ മനുഷ്യപുത്രൻ ഈ ലോകത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ നടുവിൽ ഉയർത്തപ്പെടേണ്ടതാണെന്നുള്ളതാണ്. അതിൻ്റെ അടയാളമാണ് കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായായി പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾക്ക് ജീവൻ ലഭിക്കുവാനും ജീവൻ നിലനിർത്തുവാനും ക്രിസ്തുവിൻ്റെ സാന്നിധ്യബോധമുള്ളവരായി തീരുവാനും നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ ജയമുള്ള സ്ലീബ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദേവാലയം മധ്യത്തിൽ ഈ കുരിശിനെ നാട്ടുകയും ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോഴും ഇറങ്ങിപ്പോകുമ്പോഴും ആ സ്ലീബ വണങ്ങി അതിന്മേൽ വന്ന് വണങ്ങി നമ്മൾ മടങ്ങിപ്പോകുന്നത്. കുരിശ് നമ്മളുടെ ഓരോ മനുഷ്യരുടെയും ഓരോ വിശ്വാസിയുടെയും അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ രക്ഷ ലഭിക്കുന്നത് നമ്മളെല്ലാ വിശുദ്ധ കുർബാനയിലും അവസാനത്തെ ആശീർവാദത്തിൽ പുരോഹിതൻ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും. രക്ഷ ലഭിക്കുന്നത് ഈ കുരിശിൽ നിന്നാണ്. ആ ഒരു അർത്ഥത്തിലാണ് കുരിശിനെ നമ്മൾ കാണേണ്ടത്. കുരിശിനെ ആരാധിക്കുകയും കുരിശിനെ വണങ്ങുകയും കുരിശിനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളുടെ പരിഹാരമോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളൊരു ഉപാധിയായോ മാത്രം കുരിശിനെ കാണാൻ ഒരിക്കലും പാടില്ല. കാരണം കുരിശ് നമുക്ക് നൽകുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്, വലിയ നിയോഗമാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ സ്വയം യാഗമായി അർപ്പിച്ച് നമ്മളെപ്പോലെയുള്ള നമ്മൾക്കെല്ലാവർക്കുമുള്ള ഈ ലോകത്തിന് മുഴുവനുമുള്ള രക്ഷയെ നൽകി എന്നതുപോലെ തന്നെ ആ ഒരു വലിയ നിയോഗം കുരിശിൽ പൂർത്തിയാക്കിയതുപോലെ തന്നെ ആ കുരിശിനെ ധരിക്കുന്ന, കുരിശിനെ രക്ഷയുടെ അടയാളമായി കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത്രയ്ക്കും ഉത്തരവാദിത്വ ബോധമുള്ളവരായി ഉത്തരവാദിത്വത്തോടുകൂടി ഈ ആരാധനയിലും തുടർന്നുള്ള നോമ്പിൻ്റെ സമയങ്ങളിലും പങ്കെടുക്കുവാൻ നമുക്കിടയാകണം. അങ്ങനെ പങ്കാളിത്തമുള്ളവരായി മാറുവാൻ നമുക്കിടയാകണം. അതാണ് കുരിശുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. കുരിശ് ഒരിക്കലും നമ്മൾക്ക് ഒരു സംരക്ഷണ കവചമാണ്, എല്ലായ്പ്പോഴും സംരക്ഷണ കവചമാണ്. പൈശാചിക ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള കവചമാണ്. പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മളുടെ സംരക്ഷണമോ നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനോ സഹായകരമാകുന്ന ഒരു ഘടകമായി മാത്രം കുരിശിനെ കാണാതെ, കുരിശ് ക്രൈസ്തവ മൂല്യങ്ങളുടെ ഒരു ക്രിസ്ത്യാനിയുടെ നിയോഗം ഉത്തരവാദിത്വത്തോടെ പൂർണ്ണമായി ആ നിയോഗം പൂർത്തിയാക്കാനുള്ള വലിയൊരു വിളി കൂടിയാണ് കുരിശെന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ കുരിശിനെ ഉൾക്കൊള്ളുകയും ഇപ്പോൾ സ്ലീബായുടെ പ്രത്യേകം ശുശ്രൂഷ നടത്തി പാതിനോമ്പിലുള്ള സ്ലീബ ആഘോഷം നടത്തി നോർത്തോയിന്മേൽ വിശുദ്ധ സ്ലീബ സ്ഥാപിക്കുകയും ചെയ്യുന്ന വലിയ പ്രാധാന്യത്തിനുള്ള ഒരു ശുശ്രൂഷയാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അതിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു.